السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. الله سبحانه وتعالى നമ്മുടെ അമലുകൾ നമ്മളിൽ നിന്ന് പരിപൂർണമായ നിലയിൽ സ്വീകരിക്കുമാറാകട്ടെ. ഇന്നലെ മുതൽ പലവിധ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെയും നമ്മുടെ ബന്ധുക്കളിലൂടെയും സുഹൃത്തുക്കളിലൂടെയും നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വിശ്വാസികളായ നമ്മൾ നമ്മുടെ മനസ്സിൽ കൊത്തിവെക്കേണ്ട രണ്ടായത്തുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇയൻസുർകുമുല്ലാഹു ഫലാ ഗാലിബ ലക്കും വഇൻ യഖ്ദുൽകും ഫമാദല്ലദീ യൻസുറുകും മിൻ ബഅദി വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. ഇയൻസുർകുമുല്ലാഹു ഫലാ ഗാലിബ ലക്കും وإن يخذلكم فمن ذا الذي ينصركم من بعده. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെയുണ്ടെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സഹായിക്കുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഈ ലോകം മുഴുവനും ഒരുമിച്ച് ഇറങ്ങി തിരിച്ചാലും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സഹായം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമ്മൾ എത്ര വലുതാണെന്ന് പറഞ്ഞിട്ട് ഒരർത്ഥവുമില്ല. അവസാനം അല്ലാഹു പറയുന്നു, വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. ഈമാനുള്ള ആളുകളെ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പരിപൂർണമായ നിലയിൽ നിങ്ങൾ തവക്കുൽ ചെയ്യൂ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ബോംബുകൾ ഇങ്ങനെ വർഷിക്കുന്നുണ്ട്, പലതും നമ്മൾ കാണുന്നുണ്ട്, പലതും കേൾക്കുന്നുണ്ട്. ബേജാറാകണ്ട, പതറണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കാതെ ഒന്നും നടക്കൂല. ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. പറഞ്ഞു കൊടുക്ക് നബിയേ, അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയതല്ലാതെ ഒന്നും സംഭവിക്കൂല. ഹുവ മൗലാന, അവനാണ് ഞങ്ങളുടെ യജമാനൻ. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിൽ തവക്കുൽ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകൂ. നിങ്ങൾ ഭയക്കണ്ട, നിങ്ങൾ ബേജാറാകണ്ട. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നിങ്ങൾ പേടിക്കുകയും വിഷമിക്കുകയും വേണ്ട. കാരണം നമ്മുടെ കൂടെ നമ്മുടെ റബ്ബുണ്ട് എന്നുള്ള യഥാർത്ഥ ബോധ്യം നമ്മൾ ഓരോരുത്തരും യഖീനോടുകൂടി ഉറച്ച ഒരു വിശ്വാസം നമുക്കുണ്ടാകേണ്ടതുണ്ട്. നമ്മൾ നോമ്പ് നോൽക്കല്ലേ, നമ്മൾ ധാരാളം ഖുർആൻ പാരായണം ചെയ്യല്ലേ, നമ്മൾ ധാരാളം നമസ്കരിക്കുകയല്ലേ. എന്താണ് ഇതിലൂടെ ഉണ്ടാകേണ്ടത്? വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന. ഖുർആനിന്റെ ആയത്തുകൾ അവരിങ്ങനെ അതിലൂടെ അതിങ്ങനെ പാരായണം ചെയ്യുമ്പോൾ, അത് കേൾക്കുമ്പോൾ എന്താണ് ഉണ്ടാകേണ്ടത്? സാദതുഹും ഈമാന. അവരുടെ ഈമാൻ വർദ്ധിക്കണം. ഈമാൻ ഉണ്ടാകണം. നമുക്ക് ഈമാനില്ല, വിശ്വാസമില്ലാത്ത ഒരു ഹൃദയമാണ് നമ്മുടേതുണ്ടെങ്കിൽ നമുക്കൊന്നും താങ്ങാൻ കഴിയില്ല. നമ്മൾ പേടിച്ച് 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 ഇല്ലാതെയാകും. 100 ബോംബുകൾ നമ്മളെ നേരെ വർഷിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കാതെ ഒന്നും സംഭവിക്കില്ല എന്നുള്ള യഥാർത്ഥ ബോധ്യം നമുക്ക് ഉണ്ടാകണം. ആരെ പോലെ? അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ. എന്താ അദ്ദേഹം പറഞ്ഞത്? നാളെ യുദ്ധത്തിലേക്ക് ഇറങ്ങുന്ന എനിക്ക് എന്താ ഭയക്കാനുള്ളത്? ആ യുദ്ധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ മരണം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മരിക്കുക തന്നെ ചെയ്യും. ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ മരണം നിശ്ചയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മരിക്കൂല. എന്ത് വന്നിട്ടും കാര്യമില്ല. എത്ര വാളുകൾ എന്റെ നേരെ ഓങ്ങിയിട്ടും കാര്യമില്ല, ഞാൻ മരിക്കൂല. എന്റെ റബ്ബ് സുബ്ഹാനഹു വ തആല തീരുമാനിക്കുന്നത് വരെ ഈ ഒരു ഈമാൻ, ഈ ഒരു വിശ്വാസം
അതാണ് നമുക്ക് കാത്തു സൂക്ഷിക്കാനുള്ളത്. പറയുമ്പോ കുറെ ഉണ്ടാകും, അവർക്ക് അങ്ങനെ ശക്തിയുണ്ട്, ഇവർക്ക് ഇങ്ങനെ ശക്തിയുണ്ട്, അവർക്ക് അതിയെങ്കിലും ഇതിലെങ്കിലും ഇല്ല. എല്ലാത്തിനെയും നിയന്ത്രിച്ച് പരിപാലിക്കുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്ന് വിശ്വാസികളായ നമ്മൾ മറക്കാൻ പാടില്ല. നമ്മുടെ ധൈര്യം അത് നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. നമ്മുടെ ധൈര്യം നമ്മുടെ റബ്ബാണ്. ആ ഒരു യഖീനോട് കൂടിയുള്ള ഈമാൻ നമുക്ക് ഓരോരുത്തർക്കും നേടിയെടുക്കണം. ജീവിതത്തിന്റെ ഏത് പരീക്ഷണങ്ങളിലും ആ ഒരു വിശ്വാസമുണ്ടെങ്കിൽ, ആ ഒരു യഖീൻ ഉണ്ടെങ്കിൽ പതറാതെ തളരാതെ മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയും. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകട്ടെ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വേദനിക്കുന്ന കഷ്ടപ്പെടുന്നവർക്ക് അല്ലാഹു അവന്റെ സഹായം അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സുഹൃത്തുക്കളുടെയും പ്രവാസികളായ നമ്മുടെ ബന്ധുക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ പരീക്ഷണങ്ങളിൽ നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ഖൈറുകൾ നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ശർറുകളിൽ നിന്നും അല്ലാഹു നമ്മളെ പരിപൂർണമായ നിലയിൽ കാത്തുരക്ഷിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.